ഹലോ ഗൈസ്, ഡൽഹിയിലെ ഏതോ ഒരു ഇന്ത്യക്കാരൻ തിന്നാണ്ട് പാൽച്ചായയിൽ നേന്ത്രപ്പഴം കുത്തിയാണ് തിന്നാൻ പോകട്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതേ പഴംപൊരിയും ബീഫൊക്കെ തിന്നെന്ന് പറയുമ്പോ ആദ്യം ആൾക്കാർ കളിയാക്കുവേനി, പിന്നെ ഒരു വിഭവമായി മാറി. അതേമാതിരി പാൽച്ചായയിൽ പഴം മുക്കി തിന്നലാവുന്ന വിചാരിച്ചിട്ടാ, വലിയ നാക്കൊന്നുമില്ല, വെറുതെ തിന്നാണെങ്കിൽ ഓരോ അസുഖം വരുത്താൻ നിൽക്കണ്ട. ഇവന്റെ മുടിയാണ് ആദ്യം നല്ല രസം ഉണ്ടായിട്ടാ, പിന്നെ ഇതേമാതിരി തേള് പ്രസവിച്ച മാതിരി ആയത് എങ്ങനെ വെച്ചാലേ നമ്മളെ റൂമത്തെ കക്കൂസ്ത ഹീറ്റർ വന്ന് 1 മിനിറ്റും 35 സെക്കൻഡും തുടർച്ചയായിട്ട് ഷോക്ക് അടിച്ച്. അതിന്റെ ശേഷപ്പത്താണ് അവസ്ഥ. ഈ ജയിൽ പുള്ളികളൊക്കെ ഗോതമ്പുണ്ട തിന്നാതെ മതിയാക്കിയിട്ട മാതിരി ആയിട്ടില്ല മുടി ഒന്നായിട്ട്. ഇവന്റെ വകയുണ്ട് ഇന്നത്തെ ചായ നേന്ത്രപ്പോയും. കാരണം എന്താ വെച്ചാല് ഇവന്റെ ഡിപ്പാർട്ട്മെന്റ് സാറ് എങ്ങോട്ടോ മൂത്രയിക്കാൻ പോയപ്പോഴേ ഇവനാണെങ്കിൽ കറങ്ങണ കസാൽമേ ഇരുന്നിട്ടില്ല, ഓൻ ഇരുന്നാണ്ട് ഇങ്ങനെ ആടിന. അതിൽ സാറിന്റെ കണ്ണാടി വീട് പൊട്ടി. ഇവൻ വിചാരിച്ചിന് ചെള്ളടിക്ക് കിട്ടുന്നു, പക്ഷെ സാറ് ഹിന്ദിയിൽ എന്തോ ഒരു തെറി വിളിച്ച് വിട്ടാലോ ബഹൻചോർന്ന്. ആ സന്തോഷത്തിലാണ് മച്ചാന് ചായയൊക്കെ വാങ്ങി. ഇത് നിങ്ങൾക്ക് കിട്ടിയ പുതിയൊരു ചെങ്ങായാണ്. അവനെ ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച ആള് ഓസ്ട്രേലിയക്കാരനാണെന്ന്, പിന്നെ മനസ്സിലായത് ഓന്റെ പേരെ തിരൂരാണ്. അങ്ങനെ ഞാൻ റൂമൊക്കെ പോയിന്റെ ശേഷം ഒരു ഉച്ചരായപ്പോ ഞാൻ ഒരു ജ്യൂസ് ഒക്കെ കുടിക്കാൻ വിചാരിച്ചാണ് പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടാ. അപ്പൊ അവിടെ ചെറിയ ചെക്കന്മാര് സോഡാമൂടി ആയിട്ട് പമ്പരണ്ടാക്കി കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇതിപ്പോ ഡൽഹിയിലുണ്ട്. ഞാൻ വിചാരിച്ചു കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഞാൻ എത്ര ചേമ്പിന്റെ അരിഞ്ഞിട്ടുണ്ട് അറിയതുകൊണ്ടൊക്കെ. അങ്ങനെ ഏതായാലും അത് കണ്ട സ്ഥിതിക്ക് അമ്മക്കും പൂതിയാവില്ല ഒന്ന് കറക്കാൻ. അങ്ങനെ ഞാൻ അറ്റുങ്ങളേന്ന് വാങ്ങിയാണ് കുറച്ചേരം ഇങ്ങനെ കറക്കിയിട്ട് എന്തൊരു സുഖം. പിന്നെ ഞാൻ നേരെ ജ്യൂസ് പീടിയൊക്കെ പോയാണ്ട് ഒരു പപ്പായ ജ്യൂസാണ് കുടിക്കാൻ വിചാരിച്ചിട്ടാ. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് കേട്ടോ. ഇനി ചോടിന്റെ ഉള്ളിൽ എന്തെങ്കിലും പോയാൽ, അല്ലെങ്കിൽ നീ ചെവി അവിടുന്ന് മാറ്റിയിട്ട് കയ്യിന്റെ ഈ ഭാഗത്തേക്ക് എങ്ങോട്ടെയും വെക്കാനാണ്. അങ്ങനെ എന്തെങ്കിലും ആണ്. എന്തോ ഉണ്ട് കാര്യമായിട്ട് എന്തോ ചെയ്യ സീരിയസ് ആയിട്ട്. എന്നാലും ഓല എന്താവൂല ചെയ്യുണ്ടാവുക.